ഈ സെഷൻ്റെ പേര് ഹോംസ് സിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഹൗസിംഗ് ഫ്ലാറ്റ്സ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇൻ തിരുവനന്തപുരം എന്നാണ്. സാധാരണ ഒരു ഓൺട്രപ്രണർഷിപ്പ് സെഷനിൽ സാധാരണ അങ്ങനെ കേൾക്കാത്ത ഒരു സെഷനാണ് റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്കും ഫ്ലാറ്റ് കാണും, കെട്ടിടങ്ങൾ കാണും എന്നുള്ളത്. പക്ഷെ അതിൻ്റെ പുറകിൽ പോകുന്ന ആ ഒരു എഫേർട്ട് ഒരു സാധാരണ ഒരു വൈപ്പാണ്. വലിയ കർഷകരാണ്, ബിൽഡേഴ്സാണ്, ഒറ്റ പേരിൽ അങ്ങനെ പറയും. പക്ഷേ അതിൻ്റെ പുറകിലുള്ള എഫേർട്ട് ഞാൻ സാധാരണ എപ്പോഴും ടീമിനോട് പറയും, സാർ, ഈ നമ്മൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വേണമെങ്കിലും അതിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പൈസ ഇല്ല, അപ്പോൾ നമുക്ക് ലോൺ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സെയിൽസ് കൂട്ടാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിസോഴ്സസ് ഇല്ല, അപ്പോൾ നമുക്ക് HR നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും. ഒരു ഓഫീസ് സ്പേസ് ഇല്ല, ഓഫീസ് വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് വരില്ല. കാരണം ആരെങ്കിലും ഒരു ഓഫീസ് ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഓഫീസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്ത് എനിക്ക് ഓഡിയൻസിനോട് പറയാനുള്ളത് ക്രെഡായി ബിൽഡേഴ്സിൻ്റെ അസോസിയേഷനാണ്. ക്രെഡായിയുടെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷറേഴ്സ് അവർ 3 പേരുമാണ്. ഓർഗനൈസേഷനെ റെപ്രസെൻ്റ് ചെയ്തും കൂടിയാണ് അവരിവിടെ വന്നിരിക്കുന്നത്. സാറാണ് പ്രസിഡൻറ്റ്, അരുൺ സാറാണ് പ്രസിഡൻറ്റ്, ആൻഡ് അദ്വൈത് ഇസ് എ ട്രഷറർ, ആൻഡ് സാറാണ് എൻ്റെ സെക്രട്ടറി. തിരുവനന്തപുരത്തെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, സാർ, അത് എങ്ങനെ പോകുന്നു? നമസ്കാരം. ട്രിവാൻഡ്രം ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 കൊല്ലമായിട്ട് കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടക്കുന്നത് തിരുവനന്തപുരത്താണ്. ഇപ്പോൾ സമീപകാലത്തായിട്ടുണ്ടായ പല ഡെവലപ്മെൻറ്റ്സും തിരുവനന്തപുരത്താണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും വിഴിഞ്ഞം പോർട്ട്, ടെക്നോ പാർക്കിൻ്റെ ഫേസ് 4 ഡെവലപ്മെൻറ്റ്, ബേസിക്കലി ഇൻഫ്രാസ്ട്രക്ചറിലുണ്ടായ വലിയ വ്യത്യാസങ്ങൾ. പിന്നെ തിരുവനന്തപുരം നേരത്തെ തന്നെ വളരെ ആൾക്കാർക്ക് താമസിക്കാനായിട്ട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. പക്ഷെ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു റിട്ടയർമെൻറ്റ് സ്ഥലമായിട്ട് ലോകത്തുള്ള എല്ലാ മലയാളികളും കണ്ടുകൊണ്ടിരുന്നതിൽ വെച്ച് പ്രമുഖമായ ഒരു സ്ഥലമായിരുന്നു തിരുവനന്തപുരം. കൊച്ചി കുറച്ചുകൂടെ തിരക്കുള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനല്ല. വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരും മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാരും സീനിയറായിട്ടുള്ള ആൾക്കാരും, ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാരും തിരുവനന്തപുരം അവരുടെ ഒരു വാസസ്ഥലമായിട്ട് തിരഞ്ഞെടുക്കുന്നതിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നൊരു സമയമാണിപ്പോൾ. പിന്നെ നമ്മുടെ ഈ ഇപ്പോഴത്തെ അന്തരീക്ഷവും നല്ലതാണ്. ലൈക്ക് നമ്മുടെ ഇവിടെ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇതൊരു 15 മിനിറ്റ് സിറ്റിയാണ്. നമുക്ക് എവിടേക്ക് വേണമെങ്കിലും 15 മിനിറ്റിനകത്ത് പോകാം. ഇപ്പോൾ എയർപോർട്ടിൽ പോകണമെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോകണമെങ്കിലും ഏറ്റവും മികച്ച ആശുപത്രി സൗകര്യങ്ങൾ. സാർ, ഇടയ്ക്കൊന്ന് ഇൻറ്ററപ്റ്റ് ചെയ്ത് ചോദിച്ചോട്ടെ, നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് സിറ്റിയിൽ നിന്നാണ് ഇവിടം വരെ എത്തിയത്. ഈ ദൂരം പോലും ഒരു വലിയ ദൂരമായിട്ട് തോന്നിയിട്ടുണ്ട്? ഇല്ല. കാരണം ഈ റോഡിൻ്റെ അപ്പുറത്ത് തമിഴ്നാട്, എനിക്കറിയാം, അപ്പുറത്ത് കേരളം. സാറിനറിയാം, ഈ ദൂരം പോലും വലിയൊരു ദൂരമായിട്ട് നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്തിട്ടില്ല. അല്ല, നമ്മൾ വേറെ പല നഗരങ്ങളിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളവരാണ്. ഞങ്ങൾ 3 പേരും ഈ സംഘടനയെ റെപ്രസെൻ്റ് ചെയ്ത് തന്നെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഒരുപാട് നഗരങ്ങളിൽ പോയിട്ടുള്ള ആൾക്കാരാണ്. തിരുവനന്തപുരത്തിനൊരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോകാനായിട്ട് ഈസിനെസ് ഉണ്ട്. റോഡുകളെല്ലാം വളരെ വീതിയുള്ളതാണ്. പണ്ട് മുതൽക്കേ കേരളത്തിലെ പ്രോപ്പർ സ്യൂവേജ് സിസ്റ്റമുള്ള ഒരു ജില്ല തിരുവനന്തപുരമാണ്. വേറെ ഒരു ജില്ലയ്ക്കും അത് ഇന്നും ഏറ്റവും നല്ല ഒരു സ്യൂവേജ് സിസ്റ്റം ഉള്ള പ്ലാൻഡ് സിറ്റിയാണ് തിരുവനന്തപുരം. നേരത്തെ തന്നെ പ്ലാൻഡ് സിറ്റിയാണ്. ഒരുപക്ഷെ ക്യാപിറ്റലായതുകൊണ്ടായിരിക്കാം. പിന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടാണ്. ഒരുപാട് അത്തരത്തിലുള്ള സവിശേഷതകളുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ്, ഇപ്പോൾ നമ്മുടെ റെറയുടെ കണക്ക് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ ഫ്ലാറ്റുകൾ വിറ്റഴിക്കപ്പെട്ടിരുന്നത് കൊച്ചിയിലാണ്. പക്ഷേ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ ഫ്ലാറ്റുകളും വില്ലകളും വിൽക്കുന്നത് തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത്. സർ, ഇവിടെ സാധാരണ നമ്മൾ ഏത് റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഐഡിയ എടുത്തു കഴിഞ്ഞാലും അപ്പാർട്ട്മെൻറ്റ്, ഫ്ലാറ്റ്, വീടുകൾ, അപ്പാർട്ട്മെൻറ്റ്, ഫ്ലാറ്റ്. ഒരു ഘട്ടം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ബിസിനസ്, നമ്മുടെ ചെറിയ ക്യൂബിക്കിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇതിൽ നിൽക്കുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ ഒരു ഓൺട്രപ്രണറിയൽ ജേണി അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സ് പോകുന്നൊരിത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നോക്കുമ്പോൾ, ഇപ്പോൾ WeWork, ബീഹൈവ് തുടങ്ങിയ ഒട്ടനവധി കോവർക്കിംഗ് സ്പേസസ് നമുക്ക് രാജ്യത്തെമ്പാടും പല രീതിയിൽ വന്നിട്ടുണ്ട്.
കോവർക്കിംഗ് സ്പേസസ് ചെറുതുമുണ്ട് വലുതുമുണ്ട്, വലിയ വലിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വർക്കിൻ്റെയൊക്കെ ഒരു സ്റ്റോറിയൊക്കെയും നിങ്ങളും വളരെ ലേൺഡ് ആണെന്നുള്ളത് എനിക്കറിയാം. സർ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ തന്നെ ഞാൻ ഒന്നുകൂടി ഈ ചോദ്യം ചോദിക്കുന്നു. പെട്ടെന്ന് ഒരു ഇൻഫ്ര ഉണ്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എന്നാൽ ഇവിടെ അത്യാവശ്യം നല്ല കോവർക്കിംഗ് സ്പേസസ് വിത്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇല്ലാതാണ്. അപ്പോൾ ക്രെഡായി എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിലും ബിൽഡേഴ്സ് എന്നുള്ള രീതിയിൽ, ഇൻഡിവിജ്വൽ ബിൽഡേഴ്സ് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിലും വിത്തിൻ നിയർ ഫ്യൂച്ചർ തന്നെ എന്തെങ്കിലും പ്ലാൻസ് നമുക്കുണ്ടോ ഒരു കോവർക്കിംഗ് സ്പേസസ് ബിൽഡ് ചെയ്യാൻ? അതും ഏരിയ സ്പെസിഫിക് ആയിട്ട്, ഇപ്പോൾ വിതുര, നെടുമങ്ങാട്, വിഴിഞ്ഞം, തിരുമല, തമ്പാനൂർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതിനെന്തെങ്കിലും ഹിൻഡറൻസ് ഉണ്ടോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആസ് ബിൽഡേഴ്സ് ഇക്കണോമിക്കലി വയബിളായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ എക്കോസിസ്റ്റം എത്തിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? എന്താണ് സാർ അതിലുള്ളൊരു അഭിപ്രായം? കോവർക്കിംഗ് സ്പേസ് ഇപ്പം ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നൊരു സെഗ്മെൻ്റാണ്. സ്പെഷ്യലി ഇൻ മെട്രോസ് അത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രിവാൻഡ്രം ഒരു ടയർ 2 സിറ്റിയാണ്. അപ്പം ടയർ 2 സിറ്റി ആയതുകൊണ്ട് അതിൻ്റെ ഒരു വളരെ ലിമിറ്റഡ് ഡിമാൻഡാണ് ഇപ്പം കോവർക്കിംഗ് സ്പേസിനുള്ളത്. ബട്ട് അതിൻ്റെ ഒരു സ്ലോലി അതിൻ്റെ ഒരു റൈസും കാണാനുണ്ട്. ബട്ട് ഇറ്റ്സ് വെരി സ്ലോ. കാര്യം വി ആർ ഇൻ എ ടയർ 2 സിറ്റി. പക്ഷേ ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിമാൻഡ് ഇൻ അതർ സെഗ്മെൻറ്റ് ലൈക്ക് നമ്മുടെ IT കോറിഡോഴ്സിലൊക്കെ ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിമാൻഡ്. ഇപ്പം കോവർക്കിംഗ് ഞാൻ അത്രയും അഡ്വൈസ് ചെയ്യൂല. മേ ബി ഇൻ കമ്മിങ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ഇറ്റ് ക്യാൻ ചേഞ്ച്. പക്ഷേ IT ഇൻഫ്രാസ്ട്രക്ചറിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിമാൻഡ്. അതിനകത്ത് കുറേ കമ്പനീസ് ആർ വെയിറ്റിംഗ് ഫോർ എ സ്പേസ്. ഇപ്പം ഗവൺമെൻറ്റും അതിനകത്ത് കുറേ ഈസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡെവലപ്പേഴ്സ് ക്യാൻ ടേക്ക് എ സ്പേസ്, ക്യാൻ കൺസ്ട്രക്ട് ആൻ IT പാർക്ക്. ഇപ്പം ഒരു ഫ്യൂ മന്ത്സ് ബിഫോർ നമ്മുടെ IT സെക്രട്ടറി ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു, വേർ ഹി ഇൻവൈറ്റഡ് ദ ഡെവലപ്പേഴ്സ് ടു ഗിവ് ദെയർ ലാൻഡ്. നമ്മളുടെ കയ്യിൽ ലാൻഡ് ഉണ്ടെങ്കിൽ അവിടെ അവർ ബിൽഡ് ചെയ്യാനായിട്ട്, ഇപ്പം നമ്മുടെ നാട്ടിൽ 3 FAR വരെ ആണെങ്കിൽ up to 7 times we can build. So government is also incentives തരികയാണ് for the builders to come up and build the IT park. See, നമ്മൾ നോക്കുവാണെങ്കിൽ when IT park ഒരു ട്രെൻഡ് വന്നപ്പോൾ 92-93 Trivandrum was the first center to start. Correct. പക്ഷേ we lost our way in between because ബാക്കി സിറ്റീസിലൊക്കെ the private builders in Bangalore or Hyderabad, they are the people who build this IT. അല്ലാതെ ഗവൺമെൻറ് അല്ല. They provided the infrastructure, but the people like the private developers only build this huge IT parks ഇന്ന് കാണുന്ന ബാംഗ്ലൂർ ആയാലും. So all run by private developers. പബ്ലിക് സെക്ടർ ലാൻഡ് കൊടുത്തു, പ്രൈവറ്റ് സെക്ടർ ബിൽഡ് ചെയ്തു. പ്രൈവറ്റ് സെക്ടർ ബിൽഡ് ചെയ്യുന്നു. ഇപ്പം ഗവൺമെൻറ് ഹാസ് റിയലൈസ് ദാറ്റ് ആൻഡ് നൗ അതിനകത്ത് ദർ ഇസ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇപ്പം സ്പെഷ്യലി ഇപ്പം ഈ ഹൈവേസ് ഒക്കെ വന്നതുകൊണ്ട് റോഡ്സ് ഹാവ് ബിക്കം ബിഗർ. ഇപ്പോൾ ഒരു നല്ലൊരു ലാൻഡ് പാർസൽ ഈ സൈഡിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എ പ്രപ്പോസൽ ക്യാൻ ബി ഗിവൺ ടു ദ ഗവൺമെൻറ്. ഇപ്പോൾ ആരുടെ കയ്യിൽ ഇവിടെ ഒരു 10 ഏക്കറോ 5 ഏക്കർ ലാൻഡ് ഉണ്ടെങ്കിൽ IT പാർക്ക് ബിൽഡ് ചെയ്യാം. 5 ഏക്കർ അപ്പോൾ ഐ തിങ്ക് ഈ സൈഡിലൊക്കെ ഒരുപാട് ലാൻഡ് ബാങ്ക്സ് അവൈലബിൾ ആണ്. സോ ഇറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ ഇറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി ഹിയർ. IT പാർക്ക് ഈസ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി. വിഴിഞ്ഞം വന്നതുകൊണ്ട് ദർ ഇസ് എ അനദർ സെഗ്മെൻറ്റ് വെയർ യു ക്യാൻ ഡു ഇസ് വെയർ ഹൗസിങ്. കമ്മിങ് ഡേയ്സിൽ വിഴിഞ്ഞം നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും. ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വെയർ ഹൗസിങ് വിൽ ഹാവ് എ വെരി ഹ്യൂജ് സ്കോപ്പ്. അതാണ് ഇപ്പം ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൺലി ബിൽഡിംഗ് അപ്പാർട്ട്മെൻറ്റ് ഓർ വില്ല അല്ല. സോ അപ്പാർട്ട്മെൻറ്റ്, വില്ല, വെയർ ഹൗസിങ് ആൻഡ് സ്പെഷ്യലി വെയർ ഹൗസിങ് വിഴിഞ്ഞം ഇൻ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഈസ് ഗോയിങ് ടു become, it's already a leader now. ഇപ്പം കസ്റ്റംസ് ക്ലിയറൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വെയർ ഹൗസിങ്ങിന് നല്ല ഡിമാൻഡ് ഉണ്ടാവും. ആൻഡ് ഇറ്റ്സ് വെരി നിയർ, ഐ തിങ്ക് ദിസ് പ്ലേസ് ഈസ് വെരി നിയർ ഫ്രം നമ്മുടെ വിഴിഞ്ഞം. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിമാൻഡ് ഫോർ വെയർ ഹൗസിങ് ഓൾസോ. പിന്നെ രഘു സാർ നേരത്തെ മുന്നേ ഉണ്ടായിരുന്നു, ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് ഇവൻറ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ സ്ഥലത്തെ പ്രധാന പാർട്ടികൾ ദിവ്യൻ എന്നുള്ള ലെവലിൽ നോക്കിയപ്പോൾ രഘു സാറിൻ്റെ ടോക്സ് വന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സാറ് പറയുന്നത്
ഞങ്ങൾ ആക്ച്വലി ആ പോയിന്റ് വീഡിയോയിൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5.5 ലക്ഷം ഏക്കറാണ് തിരുവനന്തപുരം ജില്ല, 2000 ചില്ലുവാനം സ്ക്വയർ ഫീറ്റ് എങ്ങാണ്ടുണ്ട്. ഈ 5.5 ലക്ഷം ഏക്കറുള്ള ഈ ജില്ലയുടെ 1% നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കേരളത്തിനെ പറ്റി പൊതുവിൽ പറയുന്നത് സ്ഥലമില്ല എന്നുള്ളതാണ്. സ്ഥലമില്ലാത്തതാണോ, ഉള്ള സ്ഥലം നേരെ ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്തതാണോ, എന്താണ്? ഇറ്റ്സ് നോട്ട് എ ബ്ലെയിം, ബട്ട് നമുക്ക് ഇപ്പോൾ ഇതിൽ നിൽക്കുന്ന ഓൺട്രപ്രണേഴ്സിനും വരാൻ പോകുന്ന ഓൺട്രപ്രണേഴ്സിനോടും അതിനൊരു പറയാനായിട്ടുള്ളത്. സോ ബേസിക്കലി ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കാരണം ഇപ്പം ഐ ഡോണ്ട് നോ ഓൾ ഓവർ കേരള 1971 ഓൾമോസ്റ്റ് ആ പീരീഡിലായിരുന്നു നമ്മുടെ ലാസ്റ്റ് മാസ്റ്റർ പ്ലാൻ. ഈ മാസ്റ്റർ പ്ലാനിലാണ് നമ്മൾ ഈ ലാൻഡ് യൂസസ് പറയുന്നത്. അപ്പം എവിടെ എന്ത് കെട്ടണം. അപ്പം ഒരുപാട് നമ്മുടെ കേരളം ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലം സിറ്റിയുടെ നടുക്ക് വയലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ആ ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ ആർക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പം ഗവൺമെൻറ് സോൾവ് ചെയ്തിട്ടുണ്ട്. ഓൾ ഓവർ കേരള പുതിയ മാസ്റ്റർ പ്ലാൻ അവർ നോട്ടിഫൈ ചെയ്തു, അത് ഇംപ്ലിമെൻ്റ് ചെയ്തു. അപ്പം അത് വെച്ച് ഇപ്പം ഈ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ കാണുന്ന ഒരു പ്രൊജക്റ്റഡ് ഡെവലപ്മെൻ്റ് എല്ലാം ഈ പുതിയൊരു മാസ്റ്റർ പ്ലാനും അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി കാരണമാണ്. സാധാരണ നമ്മൾ ഞാൻ ഈ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിനെ പറ്റി ഞാൻ ആദ്യമേ മുൻകൂർ ജാമ്യം എടുക്കേണ്ടത്. എനിക്കിതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. ഞാൻ കണ്ട ഒരു കാര്യത്തെ വെച്ചിട്ട് ഞാൻ ആ ചോദ്യം ഫ്രെയിം ചെയ്യുന്നതാണ്. ബാംഗ്ലൂർ IIM പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കെട്ടിടങ്ങളുണ്ട്. അതോടൊപ്പം ഈ കെട്ടിടങ്ങളെന്ന് പറയുന്നത് കാടിന് നടക്കുന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിപ്പോകും. വലിയൊരു കാട്, അതിൻ്റെ ഇടയ്ക്ക് കെട്ടിടം. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാ IITസും ഒക്കെ അവരങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ നേച്ചറിന് അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് കൊണ്ടുവരാൻ ഈ പ്രകൃതിയാൽ തന്നെ അനുഗ്രഹീതമായൊരു മണ്ണാണ്, ഭൂമിയാണ് നമ്മുടെ ഇവിടെ. നമുക്കിവിടെ വെള്ളമുണ്ട്, വെളിച്ചമുണ്ട്, എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അങ്ങനെയൊക്കെയുള്ള സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് നമുക്കിവിടെ തിരുവനന്തപുരത്ത് തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഒരു പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാം അപ്പം തന്നെ കിട്ടണം. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ബിൽഡിംഗ് റൂൾ അനുസരിച്ച് എല്ലാവരും അവരവരുടെ ബിൽഡിങ്ങിൽ ഇപ്പോൾ ഒരു മരം മുറിക്കുകയാണെങ്കിൽ അതിന് പകരം 5 മരം നടണം. അപ്പോൾ ഈ ബാംഗ്ലൂർ IIM പോലത്തെ ഒരു മരം ആവണമെങ്കിൽ ഒരു 50 വർഷം എടുക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു 50 വർഷം കഴിയുമ്പം ഈ വെച്ചിരിക്കുന്ന ബിൽഡിങ്സിന് ചുറ്റും ഈ വലിയ മരങ്ങൾ തന്നെ വരും. അത് മാത്രമല്ല, അതിനകത്തൊരു സയൻറ്റിഫിക് റീസണും കൂടെ ഉണ്ട്. കാരണം ഒരു IITക്കകത്ത് നമുക്ക് ഈ ഓക്സിജൻ ലെവലിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടേണ്ട ആവശ്യമുണ്ട്. പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ശുദ്ധവായു, നല്ല വെളിച്ചം തുടങ്ങിയ പ്രകൃതിയുടെ അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം സുലഭമായിട്ട് ലഭിക്കാനുള്ള രീതിയിൽ ആയിരിക്കും ആ ആർക്കിടെക്റ്റ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏക്കർ കണക്കിന് ഭൂമി സർക്കാർ വെറുതെ കൊടുക്കുന്ന സ്ഥലത്താണ് ഇത്തരം വലിയ ബൃഹത് പദ്ധതികൾ വരുന്നത്. നമുക്ക് സിറ്റിക്കകത്ത് ഒരു 50 സെൻറ്റ് സ്ഥലമോ അല്ലെങ്കിൽ 40 സെൻറ്റ് സ്ഥലമോ വലിയ വില കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഫുള്ളായിട്ട് ഒരു ഗ്രീൻ കൾച്ചർ കൊണ്ടുവരാൻ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നേക്കും. കാരണം ഇത് കെട്ടിടത്തിലേക്ക് ഈ ചെടികൾ പടർത്തി വിട്ട് കഴിഞ്ഞാൽ സ്ട്രക്ചറിൽ ചിലപ്പോൾ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഉള്ള സ്ഥലത്ത് ഏറ്റവും ഭംഗിയായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നു ബിൽഡർമാർ തന്നെയാണ് ഏറ്റവും നന്നായിട്ട് അത് ചെയ്യുന്നത്. റാദർ ദാൻ ഇപ്പോൾ ഒരു സർക്കാർ കെട്ടിടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ Annex 2, Annex 1 ഇങ്ങനെ പുതിയ ഒരുപാട് കെട്ടിടങ്ങൾ തിരുവനന്തപുരത്ത് സർക്കാർ കെട്ടിടങ്ങളുണ്ട്. അവിടെ ഒന്നും ഈ ലാൻഡ്സ്കേപ്പിങ്ങിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങളൊരു ബിൽഡറുടെ ഫ്ലാറ്റോ വില്ലയോ അപ്പാർട്ട്മെൻറ്റോ പോയി നോക്കി അതിനകത്ത് കയറുമ്പോൾ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള വാക്കാണ് മിയാവാക്കി ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഒരുമാതിരി എല്ലാ ബിൽഡർമാരുടെയും പരസ്യത്തിൽ നിങ്ങൾക്ക് അത് കാണാം. സംഭവം നമ്മുടെ പഴയ നാട്ടിലുണ്ടായിരുന്ന കാവും കുളവുമാണത്. ഈ കാവും കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇത് വലിയ കാര്യമായിട്ട് ഗവനിക്കാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല പ്രോജക്റ്റുകൾ ഈ പ്രകൃതിയും കൂടെ ഒത്തുചേർന്നുള്ള പ്രോജക്റ്റുകൾ കൊടുക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് നമ്മളതിനൊരു പുതിയ പേരിട്ട്, ഇപ്പോൾ മിയാവാക്കി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്നൊരു ജാപ്പനീസ് വാക്കായതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കും. അല്ലാതെ ഫ്ലാറ്റിന് നടുക്ക് കുളമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന വണ്ണമുള്ള പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന ചേരുവകളെല്ലാം തന്നെ ഒരു പ്രോജക്റ്റിനകത്ത് ചേർക്കുവാനായിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കാറുണ്ട്. സർ, സാധാരണ നമ്മുടെ ഈ ഒരു ബിൽഡർ വന്നൊരു കെട്ടിടം പണിയുക, സ്ഥലത്തിന് വില കൂടുക എന്നുള്ളതിനപ്പുറം ഒരു കെട്ടിടം വരുമ്പോൾ
അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്, ഒരു സ്ട്രക്ചർ വരുമ്പോൾ ആ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അനേകായിരം ഇൻഡസ്ട്രീസ് ഉണ്ട്, ഒരുപാട്. നിങ്ങളുടെ സ്റ്റേറ്റ് കോൺ ഉടനെ നടക്കുവാണെന്ന് ആരൊക്കെയോ പറഞ്ഞറിഞ്ഞു, സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൈപ്പ്, കമ്പി, അത് ഇത് നട്ട് ബോൾട്ട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി ഒട്ടനവധി ഇൻഡസ്ട്രീസ് ഇതുമായിട്ട് ത്രൈവ് ചെയ്ത് വരുന്നു. 233 ഇൻഡസ്ട്രീസാണ്. 233. സി ഗൈസ്, 233 ഇൻഡസ്ട്രീസ് ഗൈസ് എന്ന് പറയുമ്പോൾ ആരുമില്ല, ഇതൊക്കെ കേൾക്കാൻ ആരും ഇല്ലെന്നല്ലോ ഒരു വിഷമമേ ഞങ്ങൾക്കുള്ളൂ. 233 ഇൻഡസ്ട്രീസ്, കുഴപ്പമില്ല ക്യാമറ പറയുന്നുണ്ട്. 233 ഇൻഡസ്ട്രീസ് ഉള്ളതിൽ സർ, ഞാൻ ആത്മാർത്ഥമായി ഈ ചോദ്യത്തിന് എല്ലാ ആത്മാർത്ഥമായിട്ട് തന്നെ ഉത്തരം പറയണേ. തിരുവനന്തപുരത്ത് നിന്ന് 233 ഇൻഡസ്ട്രീസിൽ എത്ര ഇൻഡസ്ട്രീസ് ഈ തിരുവനന്തപുരത്ത് നിന്ന് മാനുഫാക്ചർ ചെയ്യുന്നതാണ്? നമുക്കൊരു കെട്ടിടം ചെയ്യാനായിട്ട് ബേസിക്കായിട്ട് ഏറ്റവും ആദ്യം ആവശ്യമുള്ള കമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ കമ്പി സിമെൻറ്റുമാണ്. ഇപ്പോൾ കമ്പി സിമെൻറ്റ് നേരത്തെ കേരളത്തിൽ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം സിമെൻറ്റിന് നമുക്ക് മലബാർ സിമെൻറ്റ്സ് ഉണ്ട്, സർക്കാർ സ്ഥാപനമാണ്, അത് കേരളത്തിനകത്ത് തന്നെയാണ്. പ്രൊഡക്ഷൻ വളരെ കുറവാണ്. എന്നിരുന്നാലും കമ്പിക്ക് ഇപ്പം നമുക്ക് സ്റ്റീലിന് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ധാരാളം കമ്പനികളുണ്ട്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഇല്ല. കാരണം തിരുവനന്തപുരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിസിനസ് ഫ്രണ്ട്ലി സ്ഥലമായിരുന്നില്ല നേരത്തെ. കാരണം തിരുവനന്തപുരത്ത് ഒരു 80% സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ടീച്ചർമാർ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഒരു എപ്പോഴും ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. നേരെ മറിച്ച് വടക്കോട്ട് അങ്ങനല്ല. കേരളത്തിൻ്റെ വടക്കോട്ട് നമ്മൾ പോകുമ്പോൾ കണ്ണൂരിനപ്പുറേ മലപ്പുറം, മലബാർ ഏരിയയിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ വലിയ പ്ലാന്റുകളുണ്ട്. കമ്പിയൊക്കെ ഉണ്ടാക്കുന്ന, സ്റ്റീലൊക്കെ ഉണ്ടാക്കുന്ന, മാനുഫാക്ചർ ചെയ്യുന്ന വലിയ പ്ലാന്റുകളുണ്ട്. തിരുവനന്തപുരത്ത് ഇനി ഇത് ഗ്രാജുവലി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ വിജയ് പറഞ്ഞ പോലെ വിഴിഞ്ഞം പോർട്ട് 2028-29 കാലഘട്ടത്തിലാണ്. ആക്ച്വലി ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു 50% ഗ്രോത്ത് പോലും ആയിട്ടില്ല. അതിൻ്റെ ഫുൾ റിസൾട്ട് തിരുവനന്തപുരത്തേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത് ബൈ ഒരു 2029 ഒക്കെ ആയിരിക്കും. ആ സമയമാകുമ്പോഴേക്കും ട്രിവാൻഡ്രത്ത് നമ്മളൊന്നും ചെയ്യേണ്ട, ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരുപാട് ആൾക്കാർ വന്ന് സ്ഥലം ഇപ്പം തന്നെ എന്തുമാത്രം സ്ഥലം അക്വയർ ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് വലിയ വലിയ സ്ഥലങ്ങൾ സൈലൻ്റായിട്ട് അക്വയർ ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ കമ്പനി സെക്രട്ടറി പറഞ്ഞതെന്ന് പറഞ്ഞാൽ നെയ്യാറ്റിൻകര പൂവാർ മേഖലയിൽ ഒരു അമേരിക്കൻ കമ്പനിക്ക് വേണ്ടി പുള്ളി 226 ഏക്കർ സ്ഥലത്തിൻ്റെ ലീഗൽ പേപ്പേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച. 226 ഏക്കർ സ്ഥലം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 3-4 പഞ്ചായത്ത് വാർഡ്. അത്രയും സ്ഥലങ്ങളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരികയും വലിയ കമ്പനികൾ ഇതിനെപ്പറ്റി ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളുണ്ടാക്കണ്ട, അറിയാവുന്നവർ വന്നിവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഉടനെ തന്നെ പ്രൊഡക്ഷൻ തുടങ്ങും. ഞങ്ങൾ ഇവൻ്റ് അനൗൺസ് ചെയ്യുന്നത് തന്നെ ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യം പറഞ്ഞു തന്ന സ്ഥിതിക്ക് ഞങ്ങൾ കൂടുതൽ പറയുന്നുണ്ടായിരുന്നു, ഈ റൈറ്റ് ആയിട്ടുള്ള ടൈമാണ്. ഇപ്പോഴേ എന്തെങ്കിലുമൊക്കെ മേടിച്ച് അല്ലെങ്കിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല ഒന്നാമത്തെ അഗർവാൾമാരും സേട്ടുമാരും ഒക്കെ അവിടെ നിന്ന് വന്ന് അവർ സാധനം മേടിച്ച് സ്ഥലം മേടിച്ച് പിന്നെ നമുക്ക് അവിടെ പോയി പണിയെടുക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഗുഡ് തിങ്, എല്ലായിടത്തും പോട്ടെ. നമ്മുടെ സംരംഭകരും അവിടെയും പല നാടുകളിലും ചെന്ന് പലതും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാൻ എൻ്റെ മുന്നേയുള്ള ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരികയാണ് സാർ. ഞാൻ നേരത്തെ ചോദിച്ച 233 ഇൻഡസ്ട്രീസിൽ ഒരു സ്ട്രക്ചറിന് ശേഷം ഏറ്റവും കൂടുതൽ വരുന്നത് സാർ പറഞ്ഞ പോലെ സിമെൻറ്റ്, കമ്പി, പിന്നെ ഫിനിഷിങ് മെറ്റീരിയൽസ്, അതായത് പെയിൻറ്റ് കാര്യങ്ങളെല്ലാം. ഇതെല്ലാം നമുക്ക് രാജ്യത്തിൽ പല ഭാഗത്തും നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട് ഇല്ലേ സാർ? ഇതിൽ ശരിക്കും ചിലപ്പോൾ എനിക്കറിയില്ല, ചിലപ്പോൾ ആ മണ്ണ് അവിടുത്തെ തന്നെ വേണം എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ചില സ്റ്റീൽസ് ചിലപ്പോൾ അവർക്ക് അവിടെ അത്രയും മാത്രം സ്റ്റീൽസ് അണ്ടർഗ്രൗണ്ടിലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം. പക്ഷെ അതല്ലാതെ തന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാനായിട്ട്, അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻറ്റീരിയർ ചെയ്യാനായിട്ട്, അങ്ങനെയൊക്കെയുള്ള യു ഹാവ് ആൻ ഇൻറ്റീരിയർ ഫേമസ് റൈറ്റ്. സോ അങ്ങനെയുള്ള സാധ്യതകൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ചെയ്യുന്ന കമ്പനികളുണ്ടോ? അതിൻ്റെ ഒരു തോത് കൂടുതലാണോ? എങ്ങനെയാണ് ആ ഒരു മാർക്കറ്റ്? അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് ഇനി മുമ്പോട്ട് വരാൻ പോകുന്നത്. നമ്മളിനിയിപ്പോൾ ഈ ജോലി അന്വേഷിച്ച് അല്ലെങ്കിൽ സാധ്യതകൾ തേടി കേരളത്തിന് വെളിയിലോ തിരുവനന്തപുരത്തിന് വെളിയിലോ പോകേണ്ട സാഹചര്യം തിരുവനന്തപുരത്തുകാർക്കോ അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് വരില്ല. കാരണം പുതിയ നമുക്കെപ്പോഴും ഒരു സ്ഥലം ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു മൂഡിൽ വരുന്ന വിദേശത്തു നിന്ന് വരുന്ന കമ്പനികളോ അല്ലെങ്കിൽ വേറെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കമ്പനികളോ അവർ അവിടുന്ന് ആളെയും കൊണ്ടല്ല വരുന്നത്. എന്ത് സ്ഥാപനം ഇവിടെ തുടങ്ങിയാലും അത് തിരുവനന്തപുരംകാർക്കാണ് അതിൻ്റെ ഒരു പ്രയോജനം. കാരണം അത് ഒരു വളരെ സിമ്പിൾ കൺസെപ്റ്റാണ്. കാരണം വെച്ചാൽ നമ്മൾ റിയൽ എസ്റ്റേറ്റാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക ചക്രം തിരിക്കുന്നത്. അതൊരു ഇപ്പം നമ്മൾ പണ്ട് കേട്ടൊരു കഥ പോലെ,
1,000 രൂപ കൊണ്ട് 10 പേരുടെ പ്രശ്നം മാറ്റിയൊരു കഥയുണ്ട്. ഞങ്ങളത് ഇന്നലെ ഡിസ്കസ് ചെയ്തൊരു വിഷയമാണ്. ഇപ്പോൾ ഒരാൾ ചെന്നു, ഒരു ഹോട്ടലിൽ ചെന്നു, ആ ഹോട്ടലിൽ റൂം എടുക്കാനായിട്ട് അദ്ദേഹം റെഡിയാണെന്ന് പറയുന്നു. അപ്പോൾ റൂം കാണിക്കുന്നതിന് മുമ്പ് 1,000 രൂപ അഡ്വാൻസ് വേണമെങ്കിലേ റൂം കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇയാൾ 1000 രൂപ കൊടുക്കുന്നു, റൂമിലേക്ക് പോകുന്നു കാണാനായിട്ട്. ഈ കിട്ടിയ ഹോട്ടൽ മാനേജർ ഈ 1000 രൂപ എടുത്ത് നേരെ അപ്പുറത്തെ പ്രൊവിഷൻ കടക്കാരന് കൊടുത്തിട്ട് പറയുന്നു, തൻ്റെ ഇന്നലെ വാങ്ങിച്ച പൈസ എല്ലാം തീർന്നു. കണക്ക് ഇവർ തമ്മിലുള്ള ഒറ്റ 1000 രൂപയിൽ ഈ പ്രൊവിഷൻ കടക്കാരൻ തൊട്ടപ്പുറത്ത് ഒരു ബാറിൽ കയറി 2 അടിച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അയാൾ ഉടനെ ഈ 1000 രൂപയും കൊണ്ടുവന്ന് പോയി ആ ബാറുകാരനെ സെറ്റിൽ ചെയ്യുന്നു. ഞാൻ ഇയാൾക്ക് തരാനുള്ള 1000 രൂപ തീർന്നു. ബാറുകാരൻ കഴിഞ്ഞ ദിവസം ഈ ഹോട്ടലിൽ 1000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ഇയാൾ തിരിച്ച് ആ റിസപ്ഷനിസ്റ്റിന് തന്നെ ഈ 1000 രൂപ തിരിച്ചു കൊണ്ട് കൊടുത്തു. മറ്റേ ആൾ തിരിച്ച് റൂം ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന് ഇയാളുടെ കയ്യിലിരുന്ന് 1000 രൂപ വാങ്ങിച്ച് തിരിച്ചുപോയി. ഫലത്തിൽ ആകെ 1,000 രൂപ ഉണ്ടായിട്ടുള്ളൂ, പക്ഷേ 5 പേരുടെ കടം തീർന്നു. എന്ന് പറയുന്ന പോലെ നമ്മളൊരു വസ്തു അല്ലെങ്കിൽ ഒരു വീട് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അല്ലെ, നമ്മൾ ഉദ്ദേശിക്കാത്ത പലതരത്തിലുള്ള ആൾക്കാർക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനമുണ്ട്. ഇപ്പം നമ്മളൊരു പുതിയ പ്രോജക്റ്റ് ഒരു സ്ഥലത്ത് കൊണ്ടുവരുമ്പോൾ ആ പ്രോജക്റ്റിൻ്റെ ആദ്യം പ്രയോജനം കിട്ടുന്നത് തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ ചായക്കടകളിലാണ്, ചെറിയ ഹോട്ടൽസ്. അവർക്ക് ഈ ഹിന്ദിക്കാർ അല്ലെങ്കിൽ ഇത് കൺസ്ട്രക്ഷൻ പണിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരെല്ലാം തന്നെ അവിടെ നിന്ന് ചായ കുടിക്കാൻ, ആഹാരം കഴിക്കാൻ തുടങ്ങും. ഗ്രാജുവലി അയാളുടെ ആ ഹോട്ടലുകാരൻ കുറച്ചുകൂടെ മെച്ചപ്പെടും. ആകെ 2 ബെഞ്ചുണ്ടായിരുന്ന അയാളൊരു 4 ചെയർ വാങ്ങിച്ചിടും, 2 ചെയർ വെളിയിലോട്ട് ഇട്ട് തുടങ്ങും. ഒരു ചെറിയ ഒരു മിക്സറോ അല്ലെങ്കിൽ ജ്യൂസറോ എല്ലാം വാങ്ങിച്ച് ഈ ഞങ്ങളുടെ സൈറ്റിൽ തന്നെ പണി ചെയ്യുന്നവരെങ്കിലും ഒരു ഹിന്ദിക്കാരനെ 500 രൂപ കൂടുതൽ കൊടുത്ത് അയാൾ പതുക്കെ ഒരു ജ്യൂസ് സ്റ്റോൾ തുടങ്ങും. അപ്പോൾ ആ ഒരു സൈഡിൽ കൂടെ അയാളുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നു. ഇനി ഇത് മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതായത് ഇപ്പോൾ ഈ പണിക്കാർക്ക് ഒരു ശമ്പളം ഉണ്ടാവുമല്ലോ, ഈ ശമ്പളത്തിൻ്റെ ഒരു 50% അവർ ലോക്കലി തന്നെ ചിലവാക്കും. ഏത് അവർ പർച്ചേസ് ചെയ്യും, തുണി വാങ്ങിക്കും, മൊബൈൽ ചാർജ് ചെയ്യും, ലോക്കൽ എക്കണോമി മൂവ്. അതെ, ചെരുപ്പ് വാങ്ങിക്കും, അവർ സിനിമയ്ക്ക് പോവും. അപ്പം ആ സിനിമയ്ക്ക് പോകുന്നത് ചിലപ്പോൾ ഒരു ഓട്ടോയിലായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സംവിധാനത്തിൽ യൂബറിലായിരിക്കും. അപ്പോൾ യൂബറുകാരന് കുറച്ച് പൈസ കിട്ടി, ഓട്ടോക്കാരന് കുറച്ച് പൈസ കിട്ടി. അപ്പോൾ ഈ മണി റോൾ ചെയ്യുന്നതിൽ റിയൽ എസ്റ്റേറ്റിനുള്ള അത്രത്തോളം പങ്ക് വേറെ ഒരു ഇൻഡസ്ട്രിക്കും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോൾ തെറ്റായിരിക്കും, നമ്മുടെ വിശ്വാസം നമ്മൾ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് മൂവ്മെൻറ്റ് തിരുവനന്തപുരത്ത് അടുത്ത 5 കൊല്ലം ഏറ്റവും നന്നായിട്ട് നടക്കും. അതിൻ്റെ ചുവട് പിടിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ സ്പെൻഡിങ് പവറിനുള്ള പൈസ കിട്ടും. ഏതെങ്കിലും തരത്തിലുള്ള ജോലികൾ അവർക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യം കിട്ടുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ആൾക്കാരെ അവർ നേഷൻ ബിൽഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. ഒരു പ്രത്യേക, ഇപ്പം നമ്മളിവിടെ അത്ര പരിചയമില്ല, പക്ഷേ നമ്മൾ വടക്കോ ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഈ വലിയ വലിയ ഗ്രൂപ്പുകൾ, ഗോദ്രേജ്, ഹീരാന്താനി പോലുള്ള ഗ്രൂപ്പുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 5 വില്ലേജ് 10 വില്ലേജ് ഒരു 1000 ഏക്കർ 2000 ഏക്കർ അവരങ്ങ് ഏറ്റെടുക്കുകയാണ്. അതിനകത്ത് സ്കൂൾ ഉണ്ടാക്കുന്നു, അതിനകത്ത് കോളേജ് ഉണ്ടാക്കുന്നു, അതിനകത്ത് ഹോസ്പിറ്റൽസ് വരുന്നു, മാൾസ് വരുന്നു, തിയേറ്റർ വരുന്നു. ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഈ മൊത്തം റീജിയൻ അത് ഡെവലപ്പായി കഴിഞ്ഞു. അവിടേക്ക് വെള്ളം വരുന്നു, കറണ്ട് വരുന്നു, മെട്രോ ട്രെയിൻ വരുന്നു. അപ്പം റിയൽ എസ്റ്റേറ്റാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സർ, ഈ സാധാരണ നമ്മൾ ഫ്ലൈറ്റിൽ പല സംസ്ഥാനങ്ങളിലോട്ട് ഈ നമ്മുടെ ഇവിടുന്ന് കയറി ഡൽഹിയിൽ ചെന്നിറങ്ങുന്നു, അല്ലെങ്കിൽ ബാംഗ്ലൂർ ചെന്നിറങ്ങുന്നു, അല്ലെങ്കിൽ കൊച്ചിയിൽ ചെന്നിറങ്ങുന്നു. ഇപ്പോൾ നമ്മൾ ഈ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ കണ്ണാടിയിൽ കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഞാനൊക്കെ ആദ്യം ഡൽഹിയിൽ പോകുന്ന സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് ശരിക്കും മറ്റേ നോയിഡ ആ ഭാഗത്തൂടെ വന്നിട്ടാണ് ഈ എയർപോർട്ടിലോട്ട് ഇറങ്ങുന്നത്. അതും ആദ്യമായിട്ട് ഞാൻ ഡൽഹിയിൽ പോകുന്നത് ഒരു രാത്രിയാണ് ഈ ഫ്ലൈറ്റ് തന്നെ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഫസ്റ്റ് ടൈം ആയിരുന്നു, വളരെ തണുപ്പുള്ള സമയം കൂടിയായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ എനിക്കറിയാം ഫ്ലൈറ്റിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു 5-6 കിലോമീറ്ററോളം ദൂരം ആ ഗുർഗാവോൺ, ആ നോയിഡ ഏരിയ എനിക്കറിയാം കണ്ണെത്താ ദൂരത്തോളം സമുദ്രം എങ്ങനെയാണോ കിടക്കുന്നത് അങ്ങനെ അപ്പാർട്ട്മെൻറ്റുകൾ ഇങ്ങനെ കിടക്കുന്നതായിട്ട്. അവിടെയൊക്കെ ഗ്യാസിൻ്റെയൊക്കെ ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യപ്പെടുന്നത് ആ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും. എൻ്റെ ചോദ്യം ഇതാണ്, ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ഏരിയയിലെ ഡെവലപ്മെൻറ്റിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് പലയിടത്തും പല എക്കണോമിക്സാണ്. ഇപ്പോൾ തിരുപ്പൂർ ഇത്രയും കെട്ടിടങ്ങളില്ല, പക്ഷേ തിരുപ്പൂർ 10-42,000 കോടി രൂപ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അവിടെ കെട്ടിടം ഉണ്ടായിട്ടില്ല, അവിടെ വേറൊരു സാധനമാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഇപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിൽ
കെട്ടിടങ്ങളായിരിക്കില്ല, അത് IT യുടെ ഒരു എക്സ്പോർട്ടായിരിക്കും. ഓരോരോ നഗരങ്ങൾക്കും ഓരോരോ രീതിയിലാണ്. ഇത്രമാത്രം ഒരു സാധ്യതയുള്ള ഈ ഒരു ജില്ലയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പുതിയ ഓൺട്രപ്രണർ, ഇപ്പോൾ ഞാൻ നാളെ ഒരു ബിൽഡറായിട്ട് വരികയാണ്, ഞാൻ ശത്രു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടെ. അപ്പോൾ നാളെ ഒരു ബിൽഡറായിട്ട് ഞാൻ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഒരു സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതൊരു ഒരുപാട് പൈസയുള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ, എങ്ങനെയാണ് ഈ റിയൽ എസ്റ്റേറ്റിൽ, അതായത് ഒരു ബിൽഡറായിട്ട് എങ്ങനെയാണ് ഒരു ബിൽഡർ ഓൺട്രപ്രണർ എങ്ങനെയാകാം? റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പം ഈ എല്ലാവരും വിചാരിക്കും ഇറ്റ് ഇൻവോൾവ്സ് ലോട്ട് ഓഫ് മണി ഈസ് ഇൻവോൾവ്ഡ്. പക്ഷെ അതിന് പുറമെ യു ഹാവ് ടു ഹാവ് ഐഡിയ, എന്താണ് നമ്മളെ കോൺസെപ്റ്റ്, വാണ്ട് ടു ഡു എ അപ്പാർട്ട്മെൻ്റ് ആണോ, എന്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സ്കീം. പിന്നെ റിയൽ എസ്റ്റേറ്റിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് പേഷ്യൻസ് ആണ്. പേഷ്യൻസ്, യു ഷുഡ് ബി വെരി പേഷ്യൻറ്റ്. അതായത് ഒരു രാത്രിയോ ഒരു മാസമോ 3 മാസം കൊണ്ടൊന്നും ഡെവലപ്പ് ആവില്ല ഒരു പ്രോജക്റ്റ്. അപ്പോൾ നമ്മളിപ്പം റിയൽ എസ്റ്റേറ്റിൽ കുറേ ന്യൂ കമേഴ്സ് വരാറില്ല എന്നല്ല. പക്ഷേ പ്രോബ്ലം വാട്ട് ദേ ലാൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ, ഈ 2 കസ്റ്റമർ വന്ന് അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ ആ മണി എടുത്ത് ഡൈവേർട്ട് ചെയ്യാണ്. സോ യു വാണ്ട് ടു എക്സ്പാൻഡ് വെരി ഫാസ്റ്റ്. റിയൽ എസ്റ്റേറ്റ് അങ്ങനെയല്ല, യു ഹാവ് ടു ബി വെരി പേഷ്യൻറ്റ്. ഒരു പ്രോജക്റ്റ് അതിനെ ബിൽഡ് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക, ഹാൻഡ് ഓവർ ചെയ്യുക, and then think of going for the second project after studying the project. And mistakes ചെയ്തു, how we can, അതൊക്കെ നോക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. സോ ഓപ്പർച്യൂണിറ്റീസ്, ദർ ആർ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാര്യം ഹൗസിങ്, ഞാൻ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഇപ്പോൾ വിഴിഞ്ഞം വന്നതുകൊണ്ടും IT പാർക്ക് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബട്ട് യു ഷുഡ് നോ ദ സബ്ജക്റ്റ്. കാര്യം ഈ ഫീൽഡ് അറിയാത്ത ഒരാൾ ഈ ഫീൽഡിൽ വന്നിട്ട് ഒരു കാര്യവുമില്ല. യു വിൽ ബി ചീറ്റഡ്. കാര്യം യു ആർ ഡിപ്പെൻഡൻ്റ് ഓൺ സം വൺ ടു ഡു യുവർ വർക്ക്. അപ്പോൾ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് പഠിച്ച ഒരാൾ തന്നെ ഈ ഫീൽഡിലോട്ട് വരണം. അതായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ഐഡൻറ്റിഫൈ യുവർ വേർ യു വാണ്ട് ടു സ്റ്റാർട്ട്. തുടങ്ങാനായിട്ട് എപ്പോഴും ട്രിവാൻഡ്രം സിറ്റി തന്നെ ആയിരിക്കും ബെസ്റ്റ് പ്ലേസ് ടു സ്റ്റാർട്ട് ഓൾവേസ്. കാര്യം അവിടെ നിന്നായിരിക്കും ഒരു ക്വിക്ക് റിസൾട്ട് കിട്ടുക. പിന്നെ ഈ വിഴിഞ്ഞം വരുന്നത് കൊണ്ട് ട്രിവാൻഡ്രത്ത് ദർ ഇസ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ ഫോർ ഹൗസിംഗ്, വെയർ ഹൗസിംഗ് ആൻഡ് IT ഓൾസോ. അപ്പം ഈ 3 ഫീൽഡും ഓപ്പൺ ആണ്. പിന്നെ ഫൈനാൻസസ് ആർ അവൈലബിൾ. യു ക്യാൻ നൗ, പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ നമ്മളെല്ലാം റെറ ഗൈഡ് ലൈൻസിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ബാങ്ക്സ് ആർ ഓൾസോ വെരി കോൺഫിഡൻറ്റ് ടു ഗിവ് യു ഫൈനാൻസസ്. You have to use it very wisely. അപ്പം ഫൈനാൻസസ് ആർ ഓൾസോ അവൈലബിൾ. പക്ഷേ യു ഷുഡ് നോ ദ സബ്ജക്ട് ടു കം ടു റിയൽ എസ്റ്റേറ്റ്. അതിൻ്റെ കൂടെ ഒരു വിഷയം കൊണ്ടുള്ളത്, വിജയ് പറഞ്ഞതിൻ്റെ കൂടെ ഒരു വിഷയം കൊണ്ടുള്ളത്, ഏറ്റവും ക്ഷമ വേണം. അത് സംശയമില്ലാത്ത കാര്യം. കാരണം നമ്മുടെ കയ്യിരിക്കുന്ന പൈസ കൊടുത്ത് നമുക്ക് എന്ത് സാധനവും വാങ്ങിക്കാം. പക്ഷേ നമ്മുടെ കയ്യിരിക്കുന്ന പൈസ കൊടുത്തൊരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നതിൻ്റെ അത്ര ദൈർഘ്യമുള്ളൊരു പ്രൊസീജിയർ വേറൊന്നുമില്ല. ഇപ്പം നിങ്ങൾ സ്വർണം വാങ്ങിക്കാൻ ചെന്നു, പൈസ കൊടുത്തു, സ്വർണം കിട്ടി. വണ്ടി വാങ്ങിക്കാൻ ചെന്നു, വണ്ടി കൊടുത്തു, ഒരു 1-2 മാസത്തെ കാലയളവ്. നല്ല വണ്ടിയാണെങ്കിൽ ബുക്കിങ്ങിൻ്റെ ആ ഒരു ഇതുകൊണ്ട്. പക്ഷെ മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മളൊരാകെ ഒരു പീസ് ഓഫ് പേപ്പർ, ഒരു ബ്രോഷർ എന്നുള്ള ഓമന പേരിൽ വിളിക്കുന്ന ഒരു പീസ് ഓഫ് പേപ്പർ കാണിച്ച് നിങ്ങളുടെ നിന്ന് ബുക്കിംഗ് എടുത്ത് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് പൂർണ്ണമായിട്ടും കിട്ടുന്ന ഒരു 3-3.5 കൊല്ലം കഴിഞ്ഞായിരിക്കും. അപ്പോൾ ആ 3.5 കൊല്ലത്തിന് ശേഷം ഡെലിവർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിനാണ് നിങ്ങൾ കണ്ണുടച്ചുകൊണ്ട് പൈസ അടക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ആദ്യം വേണ്ട, വിജയ് പറഞ്ഞ ക്വാളിറ്റീസിനോടുകൂടി വേണ്ട ഒരു കാര്യം, നമ്മൾ 100% ട്രസ്റ്റ് വർത്തിയായിരിക്കണം. ഈ നമ്മുടെ അടുത്ത് വരുന്ന ഒരു കസ്റ്റമറെ അവർ എങ്ങനെയാണോ അവരുടെ ഭവനം വേണമെന്ന് ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള എല്ലാ സൗകര്യവും കൊടുത്ത് കാരണം ഇത് ഒരാളുടെ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഞാൻ വലിയ പണക്കാരുടെ കാര്യമല്ല പറയുന്നത്. ഒരു ആവറേജ് മലയാളികളുടെ ഒരു ലൈഫ് ടൈമിൽ ഒരിക്കൽ സംഭവിക്കുന്നൊരു കാര്യമായിരിക്കാം ഒരു ഹൗസിൻ്റെ പർച്ചേസ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൻ്റെ പർച്ചേസ്. അപ്പോൾ അവർക്ക് യാതൊരു വിധത്തിലുള്ള മനപ്രയാസവും ഉണ്ടാക്കാതെ അവർ കൊടുത്ത പൈസയ്ക്ക്, ഇപ്പോൾ കൊടുത്ത പൈസയ്ക്കുള്ള മൂല്യമുള്ള പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 1 കോടി രൂപയുടെ ഫ്ലാറ്റും 50 ലക്ഷം രൂപയുടെ ഫ്ലാറ്റും തമ്മിൽ
വിലയുടെ വ്യത്യാസം കാണും. പക്ഷേ അവർ കൊടുത്ത 1 രൂപയ്ക്കുള്ള മൂല്യമുള്ള സാധനമാണ് നമ്മൾ തിരിച്ചു കൊടുത്തിരിക്കുന്നതെന്നുള്ള ആ ഒരു ബോധം കസ്റ്റമറിലൊരു ബിൽഡർക്ക് വളർത്താൻ പറ്റുകയാണെങ്കിൽ അടുത്ത പ്രോഡക്റ്റ് അദ്ദേഹം ലോഞ്ച് ചെയ്യുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് തന്നെത്താനെ വിറ്റു തുടങ്ങും. കസ്റ്റമറാണ് ബേസ്. വേറെ നമ്മളിപ്പോൾ എത്ര വലിയ പരസ്യം കൊടുത്താലും എത്ര വലിയ ബ്രാൻഡ് അംബാസഡറെ കൊണ്ടുവന്നാലും നമ്മുടെ കയ്യിൽ നിന്നൊരു സാധനം മേടിച്ച ആൾ ധൈര്യമായിട്ട് വേറൊരാളുടെ അടുത്ത് പറയുകയാണ്, അതാ ഇന്ന കമ്പനിയുടെ സാധനം നിങ്ങൾക്ക് മേടിക്കാം. അവർ ചെറുപ്പക്കാരാണ്, തുടങ്ങിയതേ ഉള്ളൂ, പക്ഷേ ധൈര്യമായിട്ട് മേടിക്കാം. കാരണം ഞങ്ങൾക്ക് കിട്ടിയ സർവീസ് ഞങ്ങൾക്ക് വളരെ തൃപ്തിയായിരുന്നു എന്ന് പറയിപ്പിക്കാൻ പറ്റിയാൽ ഈ പുതിയ ജനറേഷനോ അല്ലെങ്കിൽ പഴയ ജനറേഷനോ ന്യൂ കമേഴ്സ് എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിലേക്ക് കടക്കാൻ പറ്റും. ട്രസ്റ്റ് വർത്തിയായിരിക്കണം കസ്റ്റമറോട്. അപാരമായ ക്ഷമ, വിശ്വാസം. ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യാൻ, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് നമ്മളെല്ലാ ബിൽഡേഴ്സിനും ഒരു ടാഗ് ലൈൻ ഉണ്ട്. അത് ഒരു ഓത്ത് പോലെയാണ്. അതായത് പ്രോമിസ് വാട്ട് യു ഡെലിവർ, ഡെലിവർ വാട്ട് യു പ്രോമിസ്. ഇത് നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ആർക്ക് വേണോ റിയൽ എസ്റ്റേറ്റ് ചെയ്യാം. ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. വേറൊന്നുമല്ല, എൻ്റെ ചോദ്യം ഇതാണ്, വളരെ സിമ്പിൾ ചോദ്യമാണ്. ഈ മേഖലയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഓൺട്രപ്രണർഷിപ്പ്, അതായത് ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഏകദേശം 46 പേരോളം ഉണ്ടല്ലേ സാർ? 47 ബിൽഡേഴ്സ് ഉണ്ട് കിടായിൽ, തിരുവനന്തപുരത്ത് തന്നെ. തിരുവനന്തപുരത്ത് മാത്രം 47 ബിൽഡേഴ്സ് ഉണ്ട്. പാറശാല മുതൽ അങ്ങാറ്റിങ്ങിൽ വരെ വരുന്ന എൻ്റയർ ട്രിവാൻഡ്രം. ഇതിൽ ഇത്രയും അതിൽ വളരെ വളരെ വലിയ പേഴ്സ് ഓഫീസ് അങ്ങനെ ഇതൊക്കെ തുടങ്ങി ചെറിയ ചെറിയ രീതിയിൽ ചെയ്യുന്ന ബിൽഡേഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഒരുപാട് പേരുണ്ടാവും. ഇപ്പോൾ ഇത്രയും ബിസിനസ് ചെയ്തവരുടെ റെപ്രസെൻ്റ് ചെയ്ത് നിങ്ങളിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു മേഖലയിൽ നിങ്ങൾ ഇത്രയും നാൾ ചെയ്തു വന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള തോന്നിയ കാര്യങ്ങൾ? എപ്പോഴെങ്കിലും ഇത് ചെയ്യേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുതായിരുന്നു? ഓഫ് കോഴ്സ് ബിസിനസ് ഇസ് എ ലേണിംഗ്, എപ്പോഴും ഒരു ലേണിംഗ് തന്നെയാണ്. അത് ഒരു ഫൈനൽ സാധനമൊന്നുമല്ല. എന്തായിരുന്നു ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള നിമിഷങ്ങൾ എന്തൊക്കെയായിരുന്നു? കുറച്ചും കൂടി പച്ച മലയാളം ചോദിച്ചു കഴിഞ്ഞാൽ കൈ പൊള്ളുന്ന ഏരിയാസ് എവിടെയൊക്കെയാണ്? ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ചലഞ്ചാണ്. ഇപ്പം ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ 10 പ്രാവശ്യം ഈ ഫോൺ അടിച്ചു. അപ്പം എനിക്കറിയാം എൻ്റെ കമ്പനിയിലും വർക്ക് സൈറ്റിലും വർക്കുകൾ നടക്കുന്നുണ്ട്. കാരണം ആരൊക്കെയോ എന്നെ ട്രൈ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ചോദിക്കാനായിരിക്കും. ഈ ഫോൺ ഒരു ദിവസം അടിക്കാതിരുന്ന നമുക്ക് പേടിയാണ്. പ്രശ്നങ്ങളില്ലാതിരുന്ന ഇപ്പോൾ പേടിയാണ്. രാവിലെ തൊട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിലേ ഒരു സുഖമുള്ളൂ. കാരണം നമ്മുടെ റുട്ടീൻ അങ്ങനെ ആയിക്കഴിഞ്ഞു. പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ പേഴ്സണൽ ഇൻ്റർവെൻഷൻ ഉള്ള രീതിയിലാണെങ്കിൽ അത് ഒരു ചലഞ്ചായിട്ടൊന്നും നമുക്ക് പിന്നെ തോന്നത്തില്ല. ഇത് നമ്മുടെ ദിനചര്യ. ഇപ്പം എനിക്ക് നല്ല തടിയുള്ള ഒരാളാണ്. എൻ്റെ അടുത്ത് രാവിലെ എണീച്ചൊരു 3 കിലോമീറ്റർ ഓടാൻ പറഞ്ഞാൽ ഞാൻ രാവിലെ ആദ്യം ഒരു 1/2 കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ എൻ്റെ പരിപാടി തീരും. മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 1/2 കിലോമീറ്റർ കൊണ്ട് എൻ്റെ ഓട്ടം തീരും. അടുത്ത ദിവസം രാവിലെ 1/2 കിലോമീറ്ററിൽ നിന്ന് ഒരു 100 ചുവട് മുമ്പോട്ട് പോകാൻ പറ്റിയാൽ അതൊരു ചലഞ്ചല്ല, അതൊരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. എനിക്ക് ആവശ്യമുണ്ട്, ഓടിയാൽ തടി കുറയുമെന്നൊക്കെ ആരോ പറഞ്ഞുകൊണ്ട് ഞാൻ ഓടുന്നതാണെന്ന് വിചാരിക്കുക. കുറച്ച് അടുത്ത ദിവസം അതിൻ്റെ അടുത്ത സിറ്റുവേഷനിൽ നടന്നു. പക്ഷേ ഒരു ദിവസം ഞാൻ ഈ 3 കിലോമീറ്റർ ഓടിത്തീരും ഒരു സ്ട്രെച്ചിൽ. ആ 3 കിലോമീറ്റർ ഒരു ദിവസം ഓടിത്തീരുന്ന സ്ട്രെച്ച് മുതൽ പിന്നെ അങ്ങോട്ട് ഞാനിത് എൻജോയ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഞാനിത് ഓട്ടം ഇടയ്ക്ക് വെച്ച് നിർത്തും. അത് ഹ്യൂമൻ നേച്ചറാണ്. അത് മുമ്പോട്ട് പോകാൻ കഴിവുള്ളവനും മനസ്സുള്ളവനും മാത്രമേ ഈ ഇൻഡസ്ട്രിയിൽ ഒരു 3 കൊല്ലമോ 2 കൊല്ലമോ നിന്ന് പഴിക്കാൻ പറ്റത്തുള്ളൂ. കാരണം പ്രശ്നങ്ങൾ ഏത് ഇൻഡസ്ട്രിയിലാണ് പ്രശ്നങ്ങളില്ലാത്ത? എല്ലാ ഇൻഡസ്ട്രിയിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനെ ഒരു പ്രശ്നങ്ങളായിട്ട് കാണുന്നതിന് പകരം അത് നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമാണെന്നോ അല്ലെങ്കിൽ ഇത് എന്നെക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് തന്നെ വളരും. വരട്ടെ, നമുക്കത് നോക്കാം, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാം. അപ്പം അത് നമ്മുടെ തന്നെ ക്യാരക്ടറിനെ കുറച്ചുകൂടെ ഒരു സ്വഭാവത്തിന് നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടില്ല. നേരത്തെ വിജയ് പറഞ്ഞ പോലെ നല്ല ക്ഷമ തന്നെത്താനെ നല്ല ക്ഷമ വരും. പെട്ടെന്നൊന്നും അങ്ങനെ കയറി ദേഷ്യപ്പെടില്ല. നമ്മുടെ ആൾക്കാരുമായിട്ടുള്ള സമീപനവും സംസാരവും എല്ലാം തന്നെ വളരെ വളരെ ഒരു മെച്ചുവേർഡായിട്ടുള്ള രീതിയിലാവും.
അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോകുന്തോറും ഈ ചലഞ്ചസ് എല്ലാം തന്നെ നമ്മുടെ ഒരു ഭാഗമായിട്ട് അങ്ങ് മാറിക്കോളും. ചലഞ്ചസ് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു തൊഴിലും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഡ്രൈവിങ്, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എതിരെ സ്പീഡിൽ ലോറി വരാം, ബസ് വരാം, എന്ത് വരാം. അതേ കണ്ട് പേടിച്ച് നമ്മൾ ഡ്രൈവിങ് ചെയ്യില്ലെന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ? ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലോട്ടുള്ള താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ധൈര്യമായിട്ടത് സ്റ്റാർട്ട് ചെയ്യുക. എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്താലല്ലേ അതിൻ്റെ പ്രശ്നങ്ങൾ അറിയുള്ളൂ. ഈ കരക്കിരിക്കുന്നവനൊന്നും കരക്കിരിക്കത്തേ ഉള്ളൂ. വെള്ളത്തിലിറങ്ങാനായിട്ട് തീരുമാനിച്ചവന് മാത്രമേ നീന്താൻ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെള്ളത്തിലിറങ്ങാന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലല്ല, വെള്ളത്തിലാക്കുക എന്നുള്ളതല്ല. വെള്ളത്തിലിറങ്ങുക, നിങ്ങൾ നീന്തൽ പഠിക്കുക, നിങ്ങൾ നല്ല ഓൺട്രപ്രണേഴ്സായിട്ട് വളർന്നു വരിക. അവസാനത്തെ ക്വസ്റ്റ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഞങ്ങളുടെ ക്രിഡായി എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ട്രഷററുമാണ്. റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിന് ഏതെങ്കിലും ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ, ലാൻഡ് ഐഡൻറ്റിഫിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോജക്റ്റിന് പെർമിറ്റ് കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ 3 പേരുടെ നമ്പർ അച്യുതൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്തുകാരാണ്. ഏത് സമയവും നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം, എന്താവശ്യത്തിനും എന്ത് സഹായത്തിനും. ഓക്കെ, താങ്ക് യു സർ. ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാൻ വന്നതും അത് തന്നെയായിരുന്നു. സ്റ്റാർട്ടപ്സിന് അല്ലെങ്കിൽ ഇവിടെയുള്ള സംരംഭകർക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് നിങ്ങളെ ബന്ധപ്പെടാൻ സാധിക്കുമോ? അതോടൊപ്പം ഇപ്പോൾ സാർ, ഞങ്ങൾക്കൊരു കോ വർക്കിംഗ് സ്പേസ് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യം ഞങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് അപ്രോച്ചബിൾ ആയിട്ടുള്ള ആൾക്കാരാണോ നിങ്ങൾ എന്നുള്ളതായിരുന്നു. ഡെഫിനറ്റ്ലി നമ്മുടെ ആരെങ്കിലും അങ്ങനെ ഒരു അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ എന്ത് ഗൈഡൻസ് വേണ്ടി നമ്മുടെ അരുൺ പറഞ്ഞതുപോലെ വി ആർ റെഡി. പിന്നെ കോ വർക്കിംഗ് സ്പേസും സിറ്റിയിൽ അവൈലബിൾ ആണ്. സോ അതും വി ക്യാൻ ഹെൽപ്പ് എൻ്റർപ്രനേഴ്സ് കമ്മിങ് ഫ്രം ദിസ് റീജിയൻ. അവർക്കും നമ്മൾ വേണമെങ്കിൽ സ്പേസ് അറേഞ്ച് ചെയ്ത് തരാം. എനി കൈൻഡ് ഓഫ് ഹെൽപ്പ് വിച്ച് ഹെൽപ്സ് ദം പുട്ട് അപ്പ് ദെയർ ബിസിനസ്, ക്രെഡായി സപ്പോർട്ട് ചെയ്യും. ഷുവർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു അരുൺ സർ. अंदर प्रेरणा